പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ആത്മീക ജീവിതത്തിൽ ആരാധനയ്ക്ക് വലിയ പ്രാധാന്യമുള്ളതുകൊണ്ട് എങ്ങനെ ദൈവത്തെ ആരാധിക്കണം എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ തിരുവചനാടിസ്ഥാനത്തിൽ ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതായിരിക്കും. കാരണം നമ്മുടെ ആരാധന ദൈവസന്നിധിയിൽ സ്വീകാര്യമാണോ, പ്രസാദമാണോ, ആ ആരാധന ദൈവം സ്വീകരിക്കുന്നതാണോ എന്നുള്ളത് ആരാധിക്കുന്ന ഓരോ വ്യക്തിയും മനസ്സിലാക്കുന്നത് നല്ലതാണ്. കാരണം ദൈവമായതുകൊണ്ട് മനുഷ്യരായി നമ്മൾ ദൈവസന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ എന്തെങ്കിലും അർപ്പിച്ചിട്ട് പോരുന്നു എന്നുള്ളതല്ല, ദൈവം അത് സ്വീകരിക്കുന്നുണ്ടോ, ദൈവം അത് അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടുന്ന മാർഗനിർദ്ദേശങ്ങൾ വിശുദ്ധ തിരുവെഴുത്തിലുടനീളം സർവശക്തനായ ദൈവം നമുക്ക് നൽകി തന്നിട്ടുണ്ട്. അത് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സഹായത്തോടുകൂടി നാം വായിക്കുകയും പഠിക്കുകയും ഗ്രഹിക്കുകയും ചെയ്താൽ നമ്മുടെ ആരാധന ദൈവം സ്വീകരിക്കുന്നതായിത്തീരും. കയീൻ്റെ വഴിപാടിൽ ദൈവം പ്രസാദിക്കാത്തതിൻ്റെ കാരണങ്ങളിലൊന്ന് യഹോവ കയീനിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചില്ല എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എന്തർപ്പിക്കുന്നു എന്നുള്ളതല്ല, എന്തർപ്പണം ചെയ്യുന്നു എന്നുള്ളതല്ല, അർപ്പകന്റെ മനോഭാവം എന്താണെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത് 9-ാം സങ്കീർത്തനത്തിൽ നിന്നാണ്. 9-ാം സങ്കീർത്തനം ഏകദേശം 20 വാക്യങ്ങളോളമുള്ള വളരെ ദീർഘമായ ഒരു സങ്കീർത്തനമാണ്. ഈ സങ്കീർത്തനത്തിൻ്റെ അകത്തെ എല്ലാ കാര്യങ്ങളും ചിന്തിക്കുവാനായിട്ടുള്ള സമയമില്ല. ഒരു 15 മിനിറ്റിനുള്ളിൽ ഈ സന്ദേശം തീർത്ത് എൻ്റെ ദൈവവചന ധ്യാനത്തിങ്കിൽ എനിക്ക് പ്രാധാന്യമുള്ളതും മറ്റുള്ളവർക്ക് ഗുണകരമാകുമെന്നും എൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് തോന്നിയ ചില കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ സങ്കീർത്തനം ആരംഭിക്കുമ്പോൾ എഴുതിയിരിക്കുന്നത്, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെ സ്തുതിക്കും എന്നുള്ളതാണ്. യഹോവയെ സ്തുതിക്കും എന്നുള്ളത് ഐ വിൽ ഗീവ് താങ്ക്സ് ടു ദ ലോർഡ് വിത്ത് ഓൾ മൈ ഹാർട്ട് എന്നുള്ളതാണ്. വിത്ത് ഓൾ മൈ ഹാർട്ട്, പൂർണ്ണ ഹൃദയത്തോടെ. അതാണ് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞത്. ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മിൽ നിന്ന് സ്തുതിയും ആരാധനയും എന്നുള്ളതിനപ്പുറത്ത് ദൈവം പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് ആ ആരാധന പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും ഒക്കെ ഉള്ളതായിത്തീരണം. മത്തായി സുവിശേഷത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 22-ാം അധ്യായത്തിന്റെ 37-ാമത്തെ വാക്യത്തിൽ യേശു കർത്താവ് പറഞ്ഞ വാചകങ്ങളിലെ 3 കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എടുത്തു കാണിക്കാം. 1 പൂർണ്ണ ഹൃദയം, 2 പൂർണ്ണാത്മാവ്, 3 പൂർണ്ണ മനസ്സ്. അപ്പം ഈ 3 കാര്യങ്ങളിലും ഉണ്ടാകണം എന്ന് മാത്രമല്ല, അവിടെ ആരാധന എന്നുള്ള പദത്തിന് പകരമായി യേശു ഉപയോഗിച്ചത് നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കണം എന്നുള്ളതാണ്. അപ്പം ആരാധന സത്യത്തിൽ സ്നേഹത്തിൽ നിന്നാണ് ഉരുത്തിരിയേണ്ടുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ക്രിസ്തീയ ആരാധന എന്ന് പറയുമ്പോൾ, ദൈവം പ്രതീക്ഷിക്കുന്ന ആരാധന എന്ന് പറയുമ്പോൾ കേവലം വായിലെ വാക്കുകൾ കൊണ്ട് എന്തെങ്കിലുമൊക്കെ തീർത്തിട്ട് കുറെ നന്ദിയും സ്തുതിയും അർപ്പിച്ചിട്ട് വന്ന വഴിക്ക് തിരിച്ചു പോകുന്നതല്ല. സ്നേഹത്തിൽ നിന്ന്, നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്നതായിരിക്കണം ആരാധന. അതിന് കാരണം എന്താണ്? 1 ദിനവൃത്താന്തം 28:9 ദൈവത്തെ നന്നായി മനസ്സിലാക്കിയ ദാവീദ് തൻ്റെ മകനായ ശലോമോനോട് പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്: എൻ്റെ മകനായ ശലോമോനെ, ദൈവം ഹൃദയങ്ങളെയും അന്തരീന്ദ്രിയങ്ങളെയും ഒക്കെ ശോധന ചെയ്യുന്ന ദൈവമാണ്. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്. എന്ത് അർപ്പിക്കുന്നു, അർപ്പണം ചെയ്യുന്നു എന്നുള്ളതല്ല, അർപ്പകന്റെ മനോഭാവത്തെ ദൈവം പരിശോധിക്കുന്നു, ദൈവം നോക്കുന്നു എന്നുള്ളതാണ്. അത് നോക്കിയിട്ടാണ് ആ ആരാധനയെ ദൈവം സ്വീകരിക്കുന്നത്. അപ്പം നമ്മൾ ഈ എങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കേണ്ടത് എന്നുള്ളത് വചനത്തിൽ നിന്ന് കുറച്ച് ഭാഗങ്ങൾ നമ്മൾ ചിന്തിക്കുവാനായിട്ടിടയായി തീർന്നല്ലോ. ഈ സങ്കീർത്തനത്തിന്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞു, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെ സ്തുതിക്കുക. 2 നിന്റെ അത്ഭുതങ്ങളെയൊക്കെയും ഞാൻ വർണ്ണിക്കും. സത്യത്തിൽ ആരാധന ദൈവത്തെ സ്തുതിക്കുന്ന സമയങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള സമയമാണ്. വെളിപ്പാട് പുസ്തകത്തിന്റെ ക്ലാസ്സുകളൊക്കെ ഈ ദിവസങ്ങളിൽ നടക്കുന്നുണ്ടല്ലോ. കേട്ടിട്ടുള്ളവർ അതേ അറിഞ്ഞിട്ടുള്ളവരുണ്ടാകാം. സത്യത്തിൽ ആരാധന എന്ന് പറയുന്നത് നമ്മുടെ വേദനകളും നമ്മുടെ വിഷമങ്ങളും പങ്കുവെക്കുവാനുള്ള സമയം മാത്രമല്ല. ഞാൻ സാധാരണ ഇങ്ങനെ പറയാറുണ്ട്, കിട്ടിയതിനെ കുറിച്ചോർത്ത് ദൈവസന്നിധിയിൽ നന്ദി പറയുക, കിട്ടാത്തതിനെ കുറിച്ചോർത്ത് പിറുപിറുക്കാതെ ഇരിക്കുക. നമ്മളൊക്കെ പലരും ജീവിതത്തിൻ്റെ അകത്ത് ദൈവം തന്നതിനെ മറന്നുകൊണ്ട്, അവഗണിച്ചുകൊണ്ട്, കിട്ടാത്തതിനെ കുറിച്ച് ഓർത്ത് പിറുപിറുത്ത് വേദനപ്പെട്ട് ഇരിക്കുന്നവരായിരിക്കും. അപ്പം ആരാധനയിൽ അതൊക്കെ ഒന്ന് മാറ്റി
കിട്ടിയതിനെ കുറിച്ചൊന്ന് ഓർത്ത് ധ്യാനിക്കുക. നമ്മുടെ ആ പഴയകാല കാര്യങ്ങളെ ഒന്ന് ധ്യാനിക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരും, ഇല്ലേ? അമ്മയുടെ ഉദരത്തിൽ നിന്ന് നടക്കം നമ്മളെ പുറപ്പെടുവിച്ച് നമ്മളെ കൊണ്ടുവന്ന് ഇതുവരെ നടത്തിയ ആ സർവശക്തനായ ദൈവത്തിന്റെ കരുതലും സ്നേഹവും ഒക്കെ നമ്മൾ ഓർക്കുമ്പോൾ നമുക്ക് ദൈവത്തെ നന്ദി പറയാതിരിക്കാനായിട്ട് പറ്റത്തില്ല, ദൈവത്തെ സ്തുതിക്കാതിരിക്കാനായിട്ട് പറ്റത്തില്ല. ഏറ്റവും വലുത് നമുക്ക് നൽകി തന്ന രക്ഷയ്ക്ക് തിരുസന്നിധിയിൽ നന്ദി പറയാതിരിക്കാനായിട്ട് പറ്റത്തില്ല. ഇതാണ് ആരാധന. സത്യത്തിൽ ആരാധന എന്ന് പറയുന്നത് ഒരു സാഹചര്യത്തിൽ അധിഷ്ഠിതമായിട്ടും സമയബന്ധിതമായിട്ടും ചെയ്യേണ്ടതല്ല. അപ്പോസ്തല പ്രവർത്തികളിൽ പൗലോസും ശീലാസും ഒക്കെ കാരാഗ്രഹത്തിൽ ബന്ധനസ്ഥനായി കിടന്നിരിക്കുമ്പോഴും സാഹചര്യങ്ങളെ അവഗണിച്ചുകൊണ്ട് അർദ്ധരാത്രിയിൽ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും തളർന്നവരും ക്ഷീണിതരുമായിരുന്നിട്ട് പോലും പാടി ദൈവത്തെ മഹത്വപ്പെടുത്തി എന്നാണ് നമ്മൾ കാണുന്നത്. അവർ ദൈവത്തെ മഹത്വപ്പെടുത്തിയപ്പോൾ ദൈവമഹത്വം അവിടെ വെളിപ്പെടുകയും ആ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങളൊക്കെ കുലുങ്ങി എല്ലാവരും സ്വതന്ത്രരായി പിന്നീട് അവിടെ നടന്ന ചില ദൈവിക വിടുതലുകൾ നമ്മൾ ആ ഭാഗത്ത് നമ്മൾ വായിക്കുന്നുണ്ട്. സങ്കീർത്തനത്തിലേക്ക് മടങ്ങി വരാം. അത്ഭുതങ്ങളെ വർണ്ണിക്കുമ്പോൾ തന്നെ ഈ സങ്കീർത്തനത്തിന്റെ അകത്ത് വെറുതെ അത്ഭുതങ്ങളെ വർണ്ണിക്കുകയല്ല. എൻ്റെ വചനധ്യാനത്തിങ്കിൽ എൻ്റെ പ്രാർത്ഥനയിൽ 4 കാര്യങ്ങളെ ഓർത്തുകൊണ്ടാണ് ഇവിടെ സങ്കീർത്തനക്കാരൻ അത്ഭുതങ്ങളെ വർണ്ണിക്കുന്നത്. നമ്മൾ ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ പഴയ ചില കാര്യങ്ങളെയൊക്കെ ഓർത്തുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക, ചില തിരിച്ചറിവുകളിൽ നിന്ന് ദൈവത്തെ ആരാധിക്കുവാനായിട്ട് നമുക്ക് അത് കഴിയണം എന്നുള്ളതാണ്. കാരണം 9-ാം സങ്കീർത്തനത്തിന്റെ 10-ാമത്തെ വാക്യം പറയുന്നത്, നിന്റെ നാമത്തെ അറിയുന്നവർ നിന്നിൽ ആശ്രയിക്കും. എങ്ങനെയാണ് ദൈവത്തെ അറിയേണ്ടുന്നത്? ദൈവത്തെ അറിയുക എന്നുള്ളത് ആഴമായി ഒത്തിരി അർത്ഥങ്ങളുണ്ട്. പ്രവാചകൻ ശമൂവേലിന്റെ ബാല്യകാലത്തിൽ നമ്മൾ എഴുതിയിരിക്കുന്നത് അവിടെ കാണുന്നത് ഇങ്ങനെയാണ്, അന്ന് വരെ ശമൂവേൽ യഹോവയെ അറിഞ്ഞില്ല. അതിന്റെ അർത്ഥം അറിഞ്ഞില്ല എന്നുള്ളതല്ല, അറിയേണ്ടതുപോലെ അറിഞ്ഞില്ല. അപ്പൊ സത്യത്തിൽ പലപ്പോഴും ദൈവത്തെ അറിയുന്നു എന്ന് പറയുന്നവർ പോലും അറിയേണ്ട നിലവാരത്തിൽ, അറിയേണ്ട തലത്തിൽ പലപ്പോഴും അവർ ദൈവത്തെ അറിയുന്നില്ല. നമ്മളൊക്കെ ആ അറിവിന്റെ പാതകളിലാണ്. ഓരോ ദിവസവും ദൈവത്തെ അടുത്തറിയുകയും ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ കരുതൽ, ദൈവത്തിന്റെ വിശുദ്ധിയൊക്കെ അടുത്തറിഞ്ഞുകൊണ്ട് ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തെ സേവിക്കുകയും ഒക്കെ ചെയ്യാനായിട്ട് നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ ചില അറിവുകളിൽ നിന്നാണ്, അല്ലെങ്കിൽ ചില ഓർമ്മകളിൽ നിന്നാണ് ഇവിടെ ദൈവത്തെ ആരാധിക്കുന്നത്. 4 കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാം. 1, ദൈവം നീതിയോടെ ന്യായവിധി നടത്തുകയും ആമേൻ വ്യവഹാരം നടത്തുകയും ചെയ്യുന്ന ദൈവമാണെന്ന് ഓർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയാണ്. 4-ാമത്തെ വാക്യം അങ്ങനെയാണ്, നീ എൻ്റെ കാര്യവും വ്യവഹാരവും നടത്തിയിരിക്കുന്നു. വ്യവഹാരം എന്ന് പറയുന്ന ഒരു പദം തന്നെ കോടതി ഭാഷയാണ്. എന്ന് പറഞ്ഞാൽ അർഹമായി ന്യായമായിട്ടൊക്കെ കിട്ടേണ്ടുന്ന പല നന്മകളും അനുഗ്രഹങ്ങളും ലഭിക്കേണ്ടുന്ന ചില നീതിയും ഒക്കെ കിട്ടാതെ ഇരിക്കുമ്പോൾ ദൈവം എനിക്ക് വേണ്ടി അത് ചെയ്തു തന്നിരിക്കുന്നു എന്നുള്ള ഒരു ഉറപ്പിൻ്റെ അകത്താണ് ദൈവത്തെ സ്തുതിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്കൊക്കെ അർഹമായ ചില പരിഗണനകൾ, അർഹമായ നന്മകൾ, അർഹമായ ചില ഭൗതിക നന്മകൾ നമ്മൾ അർഹിച്ചതാണ്. പക്ഷേ ചില സാഹചര്യങ്ങളിൽ ഈ അർഹരായവരെ തട്ടിമാറ്റി അനർഹരായവർക്ക് കൊടുക്കുന്ന കാഴ്ചകൾ കണ്ടിട്ടുണ്ട്. കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചതിന്റെ പേരിൽ അർഹമായ പലതും നിഷേധിക്കപ്പെട്ടവരെ കണ്ടിട്ടുണ്ട്. പക്ഷേ കാലങ്ങളിൽ അവരുടെയൊക്കെ ജീവിതത്തിന്റെ ചരിത്രത്താളുകളിൽ ദൈവം ചിലതെല്ലാം മടക്കി കൊടുത്തപ്പോൾ അവർ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, ദൈവം നീതിയോടെ വിധിക്കുന്ന ദൈവമാണ്. ദൈവം എവിടെയാണ് നീതിയോടെ വിധിക്കുന്നത്? ആവർത്തന പുസ്തകം 10-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ, അനാഥനും വിധവയ്ക്കും ന്യായപാലനം നടത്തി കൊടുക്കുന്നവനായിരിക്കും. വെറുതെ വാക്യങ്ങൾ മാത്രം പറഞ്ഞു പോകാതെ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഇതിൻ്റെ അകത്ത് നിന്നുകൊണ്ട് ദൈവാത്മാവിൽ ഒരു ദൂത് പറയാം. നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് ന്യായമായ അർഹമായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടാതെ ഇരിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ദൈവത്തിന് സ്തോത്രം, അത് നമുക്ക് വേണ്ടി നൽകി തരുന്നൊരു ദൈവമാണ്. ഇസ്രായേൽ മക്കൾ അനേക സംവത്സരങ്ങൾ അവർ ജോലി ചെയ്തു, അവരുടെ അധ്വാനത്തിന് കൂലി കിട്ടാതെ ഇരിക്കുമ്പോൾ അവരെ മിസ്രൈമിൽ നിന്ന് ദൈവം പുറപ്പെടുവിച്ചു കൊണ്ടുപോയപ്പോൾ സർവസമ്പന്നരായിട്ടാണ് അവരെ പുറപ്പെടുവിച്ചു കൊണ്ടുപോയത്. എന്താണ് അതിൻ്റെ അർത്ഥം? അവിടെ വെളിപ്പെട്ട ദൈവത്തിന്റെ ഒരു നീതി ഉണ്ടായിരുന്നു, ദൈവത്തിന്റെ ഒരു ന്യായം ഉണ്ടായിരുന്നു. ഈ ലോകത്തിൽ നീതിയുടെയും ന്യായത്തിന്റെയും കാവലാളുകളായി വിളിക്കപ്പെട്ട ഇവിടുത്തെ നീതിന്യായ സംവിധാനങ്ങളൊക്കെ പലപ്പോഴും പരാജയപ്പെടുമ്പോൾ
നീതിയോടെ ന്യായത്തോടെ ന്യായം വിധിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ കൈകളിലാണ് നമ്മുടെ നീതിയും നമ്മുടെ ന്യായവും. നമ്മളെ കൊണ്ട് പരിഹരിക്കാൻ പറ്റാത്ത വിഷയങ്ങൾ ആ കരങ്ങളിലേക്ക് വെച്ചു കൊടുക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി അതൊക്കെ നിവർത്തിച്ചു തരുന്ന ദൈവമാണ്. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെ മാത്രം അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: എന്റെ നീതിയും ന്യായവും നടത്തുന്നു എന്ന് മാത്രമല്ല, നീ ശത്രുക്കളെ നശിപ്പിച്ച് അവരുടെ ഓർമ്മ കൂടെ ഇല്ലാതാക്കി തീർത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ദൈവത്തിന് സ്തോത്രം, മറ്റൊരു ഭാഗത്ത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അവൻ നീതിയോടെ സിംഹാസനത്തിൽ ഇരുന്ന് ജാതികൾക്ക് ന്യായപാലനം ചെയ്യുന്ന ദൈവമാണെന്നും അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. 8-ാമത്തെ വാക്യമാണ്. ആ വാക്യം അങ്ങനെയാണ്. ഞാൻ അതവിടെ കൊണ്ട് നിർത്തുകയാണ്. അപ്പോൾ ഒന്ന്, വ്യവഹാരം നടത്തി തരുന്ന ദൈവം. കോടതി ഭാഷയാണ്. ദൈവം നമ്മുടെ വ്യവഹാരങ്ങളെല്ലാം നടത്തി തരട്ടെ. 2, നമ്മുടെ കഷ്ടതയുടെ കാലങ്ങളിൽ നമുക്ക് അഭയസ്ഥാനമായി ദൈവം വെളിപ്പെട്ട് വരികയാണ്. ഇവിടെ എഴുതിയിരിക്കുന്നത് 9-ാമത്തെ വാക്യം: പീഡിതനൊരു അഭയസ്ഥാനം, കഷ്ടകാലത്ത് ഒരഭയസ്ഥാനം തന്നെ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവരുടെയും ജീവിതത്തിന്റെ അകത്ത് നന്മയുടെ കാലവും കഷ്ടതയുടെ കാലവുമുണ്ട്, ഉയർച്ചയുടെ കാലവും താഴ്ചയുടെ കാലവുമുണ്ട്. ചിലരൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ നല്ല സമയങ്ങളിൽ കൂടി നിൽക്കും, വേദനയുടെ സമയങ്ങളിൽ നമ്മളെ വിട്ടുപോകും. ഇതൊക്കെ നമുക്ക് കിട്ടുന്ന ചില വലിയ തിരിച്ചറിവുകളാണ്. പക്ഷേ നമ്മുടെ സർവശക്തനായ ദൈവം ഒരിക്കലും കഷ്ടതയുടെ കാലത്ത് നമ്മളെ വിട്ടിട്ട് പോകുന്ന ദൈവമല്ല. 20-ാം സങ്കീർത്തനം ആരംഭിക്കുമ്പോൾ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: യഹോവ കഷ്ടകാലത്തിൽ നിനക്ക് ഉത്തരമരുളുമാറാകട്ടെ, യാക്കോബിന്റെ ദൈവത്തിന്റെ നാമം നിന്നെ ഉയർത്തുമാറാകട്ടെ. അപ്പോൾ കഷ്ടതയുടെയും പരിതാപകരമായ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ അവൻ ഉയർത്തുന്നുവെന്ന് മാത്രമല്ല, പ്രവാചകനായ നഹൂമിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, യഹോവ നല്ലവനും കഷ്ടദിവസത്തിൽ ശരണവുമാകുന്നു, തങ്കൽ ആശ്രയിക്കുന്നവനെ അവൻ അറിയുന്നു. അപ്പോൾ കഷ്ടതയുടെ കാലങ്ങളിൽ നല്ല ദൈവമായി കൂടെയിരിക്കുന്നു. അപ്പോൾ ആ ദൈവം അങ്ങനെ കൂടെ ഇരുന്ന കാലങ്ങളൊക്കെ ഒന്ന് ഓർത്ത് ദൈവത്തെ ആരാധിക്കാൻ നമുക്ക് കഴിയണം. അടുത്തത്, നമ്മുടെ നിലവിളിയെ മറക്കാത്ത ദൈവമാണ്. 12-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, എളിയവരുടെ നിലവിളിയെ അവൻ മറക്കുന്നില്ല. നിലവിളി എന്ന് പറഞ്ഞാൽ എന്താണ്? സത്യത്തിൽ നിലവിളി എന്നുള്ളതിന് കൊടുക്കാൻ പറ്റുന്ന വ്യാഖ്യാനം നിലവിട്ട് വിളിക്കുക എന്നുള്ളതാണ്. അത് വിതുമ്പലല്ല, തേങ്ങലല്ല, വെറും കണ്ണുനീരല്ല. മറ്റൊരു ജീവിതത്തിന്റെ അകത്ത് ഒരു വഴിയുമില്ലാതെ ഇരിക്കുമ്പോൾ നിലവിട്ട് ദൈവത്തോട് കരഞ്ഞ് നിലവിളിക്കുന്ന ഒരു രംഗമാണ്. അങ്ങനെ ഒരു രംഗം വേദപുസ്തകത്തിന്റെ അകത്ത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. നിലവിളിയെക്കുറിച്ച് വളരെ മനോഹരമായി എഴുതി വെച്ചിരിക്കുന്ന ഒരു വേദഭാഗമാണ്. ആ വേദഭാഗം നിങ്ങളുടെ മുമ്പിൽ ഞാനൊന്ന് കാണിച്ചു തരാം. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 23 മുതലുള്ള വാക്യങ്ങൾ താഴോട്ട് വായിക്കുമ്പോൾ, അടിമവേല നിമിത്തമായി ഇസ്രായേൽ മക്കൾ ദൈവത്തോട് നിലവിളിച്ചു. ആ നിലവിളിയെക്കുറിച്ച് പറയുന്നത്, ആ നിലവിളി ദൈവസന്നിധിയിലെത്തി. ദൈവം അവരുടെ നിലവിളി കേട്ടു. ദൈവം തന്റെ നിയമത്തെ ഓർത്തു. ദൈവം തന്റെ ജനത്തെ കടാക്ഷിച്ചു. ദൈവം അവരെ അറിഞ്ഞു. അപ്പം കേട്ടു, അറിഞ്ഞു, കടാക്ഷിച്ചു. പിന്നീട് അടുത്തുള്ള അധ്യായങ്ങളിൽ നിലവിളി കേട്ട് ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ, നിലവിളിക്കകത്ത് ഇറങ്ങി വരുന്ന, കണ്ണുനീരിന്റെ അകത്ത് ഇറങ്ങി വരുന്ന ദൈവമുണ്ട്. പുതിയ നിയമത്തിൽ ഒരുപാട് പേര് യേശുവിന്റെ ഐഹിക ശുശ്രൂഷ കാലത്ത് നിലവിളിച്ചുകൊണ്ട് യേശുവിന്റെ പിന്നാലെ യാത്ര ചെയ്തു പോയവരുണ്ട്. അവരുടെയൊക്കെ കണ്ണുനീരിനെയും നിലവിളിയെയും കാണാതെ കാതുകൾ പൊത്തിക്കൊണ്ട് യേശു ഒരിക്കലും നടന്നു നീങ്ങിയില്ല. അവരുടെയൊക്കെ നിലവിളിയെങ്കിൽ ഈ ഉലകത്തെ സൃഷ്ടിച്ച ദൈവത്തിന് സ്തോത്രം, സൃഷ്ടാവായ ദൈവം അവിടെ നിന്നു എന്ന് കേൾക്കുമ്പോൾ എന്റെയും നിങ്ങളുടെയും നിലവിളിക്കകത്ത് ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. 4-ാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: മരണവാതിലുകളിൽ നിന്ന് ഉദ്ധരിക്കുന്ന ദൈവം. മരണവാതിലുകളിൽ നിന്ന് എന്നെ ഉദ്ധരിക്കുന്നവനെ എന്നോട് കരുണയുണ്ടാകണമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, മരണകരമായ സാഹചര്യങ്ങളിലൂടെ ചിലപ്പോൾ കടന്നു പോകേണ്ടതായിട്ട് നമ്മൾ വരും. ഞാൻ ഒന്നല്ല പല വേളകളിൽ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. ശുശ്രൂഷയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് യാത്ര ചെയ്ത സ്ഥലങ്ങളിൽ മരണത്തെ മുഖാമുഖം കണ്ട സന്ദർഭങ്ങളുണ്ട്. പക്ഷേ ഒരു കാര്യം പറയാം, നമ്മുടെ മരണം ഈ ലോകമല്ല തീരുമാനിക്കുന്നത്, ഇവിടുത്തെ ഒരു ശക്തികളുമല്ല തീരുമാനിക്കുന്നത്. ഒരു ദൈവ പൈതലിന്റെ മരണത്തിന്റെ സമയം ദൈവത്തിന്റെ കരങ്ങളിലാണ് ഇരിക്കുന്നത്. എബ്രായ ലേഖനവും ഗലാത്യ ലേഖനവും ഒക്കെ വായിച്ചു പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്: യേശു ക്രിസ്തു തന്റെ മരണത്താൽ നമ്മുടെ മരണത്തെ നീക്കി. മരണപര്യന്തം ദൈവത്തിന് സ്തോത്രം, മരണഭീതിയാൽ അടിമകളായി കിടന്നിരുന്നവരെ തന്റെ മരണത്താൽ നീക്കി. ദൈവത്തിന് സ്തോത്രം. മരണാധികാരിയായ പിശാചിനെ അവൻ തോൽപ്പിച്ചു എന്നൊക്കെ വായിക്കുമ്പോൾ മരണത്തിന് മേൽ അധികാരമുള്ളവൻ നമ്മുടെ കർത്താവ് മാത്രമാണ്. അപ്പോൾ ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുകയാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം
ഓർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാനും ദൈവത്തെ ആരാധിപ്പാനും അതേ നമുക്ക് കഴിയട്ടെ. ദരിദ്രനെ മറക്കുകയില്ല, സാധുക്കളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരിക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞ് അതേ ആ സർവശക്തനായ ദൈവത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ആരാധന ദൈവത്തിന്റെ മഹത്വത്തെ കണ്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് ആയിരിക്കട്ടെ. പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കാം, ആ കർത്താവിനെ സേവിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.